മല്ലു സ്പോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന തുരുത്തിലോട്ടാണ്. സാമ്പ്രാണിക്കൊടി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലിലാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടിക്കായൽ. എന്നാൽ അതിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വെള്ളത്തിലിറങ്ങി ആസ്വദിക്കാവുന്നതും വെള്ളത്തിലൂടെ നടന്ന് ആസ്വദിക്കാവുന്നതുമായ ഒരു തുരുത്താണ് സാമ്പ്രാണിക്കൊടി തുരുത്ത്. ആ തുരുത്തിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളും വളരെ മോശമായിരിക്കും. എന്നാൽ എടുത്തു പറയേണ്ടത്, ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. കോട്ടയത്തു നിന്നും കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള യാത്രയിൽ ഒരിടത്ത് പോലും മോശപ്പെട്ട ഒരു വഴിയോ റോഡോ ഒന്നും നമ്മൾക്ക് അനുഭവപ്പെട്ടില്ല. ചിലയിടങ്ങളിൽ ഇച്ചിരി വീതി കുറഞ്ഞ വഴിയുണ്ടെങ്കിൽ പോലും എല്ലാം തന്നെ റബ്ബറൈസ്ഡും നല്ല അടിപൊളി പക്ക കണ്ടീഷനുള്ള റോഡുകളുമായിരുന്നു. അതുകൊണ്ട് ഏകദേശം 4-4.5 മണിക്കൂർ നീണ്ട യാത്ര ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ആസ്വദിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങോട്ട് യാത്ര ഇരുചക്ര വാഹനങ്ങളിലോ അതുപോലെ സ്വന്തം സ്വകാര്യ വാഹനങ്ങളിലോ ബസ്സിലോ ഒക്കെ വരുന്നവർക്ക് ഇങ്ങോട്ടുള്ള യാത്ര ഒരു ആനന്ദകരമായിരിക്കും. റോഡ് മോശമാണോ എന്ന് വിചാരിച്ച് യാത്ര ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ വൺസ് ഇൻ എ ടൈം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. അതായത് ഏറ്റവും ആഴം കൂടിയ അഷ്ടമുടിക്കായലിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം, അതായത് 2 അടി അല്ലെങ്കിൽ 1 അടിയൊക്കെ വെള്ളത്തിൽ നമ്മൾക്ക് നടന്നു പോകാനായിട്ട് ഉള്ള ഒരു തുരുത്ത് എന്ന നിലയിലാണ് സാമ്പ്രാണിക്കൊടി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളവിടെ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, കുഞ്ഞു പിള്ളേർ മുതൽ പ്രായമായവർ വരെ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കുന്നതും വെള്ളത്തിൽ ഉല്ലസിക്കുന്നതും അതൊക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളും സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. സാമ്പ്രാണിക്കൊടിയിലെ കാർ പാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്ര സെറ്റപ്പായിട്ടുള്ള കാർ പാർക്കിംഗ് ഒന്നുമില്ല. നമ്മളിവിടെ വരുമ്പോൾ ആളുകൾ ചാർജ് കളക്ട് ചെയ്തിട്ട് നമ്മളുടെ വണ്ടി റോഡിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ് നമ്മളെ പാർക്ക് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ കൂടെ പല ഗ്രൂപ്പുകളിൽ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളെല്ലാവരുടെയും കൂടെ ടിക്കറ്റ് ഒരുമിച്ചാണ് എടുത്തത്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഗൂഗിൾ പേ വഴിയോ ക്യാഷായിട്ടോ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ആ നിയമം മാറും, ഇനി ഓൺലൈൻ ആകുമെന്ന് അവർ പറയുന്നുണ്ട്. എന്ന് മുതലാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി വരുന്നവർ അത് അന്വേഷിച്ച് തിട്ടപ്പെടുത്തിയതിന് ശേഷം വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിന് പുറകിലായിട്ട് നോൺ വെജും വെജും കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടിക്കറ്റിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചുള്ള ബോട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എങ്കിൽ ചെറിയ ബോട്ടിലും, ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ വലിയ ബോട്ടുകളിലുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഇവർ തന്നെ നമ്മളെ ക്രമീകരിച്ച് കയറ്റുന്നതാണ്. അങ്ങനെ നമ്മളുടെ ടേൺ വന്നു, നമ്മളും ബോട്ടിൽ കയറി യാത്ര തുടരുകയാണ്. ഇവിടുന്ന് അപ്പുറത്തെ തുരുത്ത് വരെ പോകുന്നതിന് 150 രൂപയാണ് അവർക്ക് ഈടാക്കുന്നത്. 2 സൈഡിൽ കൂടെ, അതായത് ഒരു സൈഡിലേക്ക് 75 തിരിച്ച് 75 എന്നുള്ള രീതിയിൽ ഒരാൾക്ക് 150 രൂപയാണ് ചിലവാകുന്നത്. അപ്പോൾ ഇതാണ് ആൾക്കാർ കൂടുതലുള്ളപ്പോൾ അവർ കയറ്റുന്ന വലിയ ബോട്ട്. അങ്ങനെ ഞങ്ങൾ 2 ബോട്ടുകളിലായിട്ടാണ് നമ്മളുടെ യാത്ര. പക്ഷേ കാലപ്പഴക്കം ചെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, തുരുമ്പ് ഒക്കെ എടുത്ത ബോട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ എടുക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം വിനോദസഞ്ചാരികളുടെ നല്ലൊരു തിരക്കാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയുള്ള ബോട്ടിലെ ജീവനക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ തിരക്ക് കണ്ടമാനമായതുകൊണ്ട് ഇനി ഇവർ ഓൺലൈനായിട്ട് സമയം ക്രമീകരിച്ച് അതനുസരിച്ച് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് കടത്തുമെന്ന് അറിയാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ, ഇത്രയും ചെറിയ തുരുത്താണെങ്കിൽ പോലും ഈ കായലിൻ്റെ മറ്റ് സൈഡുകളിൽ ആഴം കൂടുതലുണ്ട്. അതുകൊണ്ട് ബോട്ടുകളുടെ സുരക്ഷയും അവരുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് തികച്ചുള്ള യാത്രയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നമ്മളുടെ തുരുത്തിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. നമ്മൾക്ക് കാണാം
എല്ലാ വീഡിയോകളിലും ഷോർട്സിലും സാമ്പ്രാണിക്കൊടി എന്നടിക്കുമ്പോൾ കാണാവുന്നത് പോലെ തന്നെ ചേച്ചിമാരും മറ്റ് ചേട്ടന്മാരെല്ലാം വെള്ളത്തിലിറങ്ങി നിന്ന് കച്ചവടം ചെയ്യുന്നതും, അതുപോലെ തന്നെ തുരുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ബോട്ട് സർവീസ് നമ്മളെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനായിട്ടും, അതുപോലെ തന്നെ തുരുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടും ബോട്ട് സർവീസുകൾ ഇവിടുന്ന് തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളുടെ 150 രൂപ ടിക്കറ്റിൻ്റെ സമയം ഏകദേശം 1 മണിക്കൂറാണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരെയൊക്കെ എടുക്കാമെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ആ ടൈമിൽ ഇവിടെ നിന്ന് നമ്മൾക്ക് മറ്റേ എൻജിൻ ബോട്ടുകളും വള്ളങ്ങളും എടുത്ത് തുരുത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടുത്തെ ഈ നെയിൻ ബോർഡിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ വെള്ളത്തിലിറങ്ങി ആസ്വദിക്കാനും, അതുപോലെ തന്നെ അവിടെ ലൈവായിട്ടുള്ള കക്ക പെറുക്കാൻ, അതുപോലെ തന്നെ കക്ക വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ നാടൻ ഭക്ഷണങ്ങളും നാടൻ ഭക്ഷണ പാനീയങ്ങളും എല്ലാം എൻജോയ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഈ പറയുന്ന പോലെ കണ്ടോ, കുഞ്ഞു കുട്ടികൾ, വലിയവർ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ചേച്ചിമാർ, അതായത് ഇവിടുത്തെ വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്ന ഈ ചേച്ചിമാരെ നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇവർ രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ വെള്ളത്തിൽ തന്നെയാണ് നിന്ന് ഈ കച്ചവടം നടത്തുന്നത്. എന്തൊക്കെയല്ലേ ഒരു മനുഷ്യർ ജീവൻ പുലർത്താൻ അല്ലെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. കണ്ടോ, ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട്, അല്ലെ പല ചേച്ചിമാരും അവരുടെ പിള്ളേരും ചേച്ചിമാരും ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ഒത്തിരി കടകൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ വെള്ളത്തിലിറങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറി കണ്ടൽക്കാടുകളിൽ കയറി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സേവ് ദ ഡേറ്റിൻ്റെ ഒക്കെ ഉള്ള ആൾക്കാരും ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഞാനും എൻ്റെ ഒരു ഹോബിക്ക് അവിടെ നിന്നൊരു കക്ക വാരി. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറയും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കക്ക വാരുന്നുണ്ട്, ലൈവായിട്ടുള്ള കക്ക നമ്മൾക്ക് അവിടെ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇട്ട് വീടുകളിലോട്ടും ആൾക്കാർ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ അവിടെ ദൂരെ നമ്മൾ കാണുന്നതാണ് പെരുമ്പൻ പാലം, അതായത് പുതിയ പാലം അവിടെ പണി നടക്കുന്നതാണ്. പണ്ട് ട്രെയിൻ അപകടം നടന്ന പാലം ഇതിൻ്റെ സൈഡിലാണെന്നാണ് ഈ ചേട്ടന്മാർ പറഞ്ഞത്. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അവരോട് പറഞ്ഞ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് നമ്മൾക്ക് പേഴ്സണലായിട്ട്, അല്ലെ നമ്മളുടെ സ്വന്തം കാശ് മുടക്കി നമുക്ക് ഇവിടുന്ന് വള്ളവും ബോട്ടും എടുത്ത് യാത്രയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്കൊക്കെ എന്തായാലും വൺസ് ഇൻ എ ടൈം ഇവിടെ കറങ്ങാനായിട്ട് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ബോട്ട് എടുത്തിട്ട് ഇവിടുന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് പോകാം. അത് തുഴയുന്ന ബോട്ടിനേക്കാളും നല്ലത് മോട്ടർ വെച്ച ബോട്ടുണ്ട്. ഇതുപോലെയുള്ള ബോട്ടുകൾ ഇതുപോലെ നമ്മൾക്ക് ഗ്രൂപ്പുകളായിട്ട് പോവുകയാണെങ്കിൽ അത് ഒത്തിരി വലിയ റേറ്റും വരില്ല. ഒരാൾക്ക് 100 രൂപ അല്ലെങ്കിൽ 150 രൂപ വെച്ച്, ആൾ കുറവാണെങ്കിൽ 150 അല്ലെങ്കിൽ 100 രൂപ വെച്ച് നിരക്കിലാണ് അവർ കൊണ്ടുപോകുന്നത്. അത് അത്യാവശ്യം ദൂരത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ വരുന്നവർ നട്ടുച്ച സമയത്തും ഒക്കെ വരുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ വരുന്ന സമയത്ത് കുടയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് രാവിലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ബോട്ടിൽ ഉള്ള യാത്ര അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഒട്ടനവധി ബോട്ടുകൾ ഇവിടെ വിനോദസഞ്ചാരികൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം പലരും വീഡിയോ കണ്ട് ബുക്ക് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ് അവർ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് കക്ക നമ്മൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അവരോട് ചോദിച്ചപ്പോൾ കിലോയ്ക്ക് 350-400 രൂപ തോതിലാണ് അവർ വിൽക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ അവരുടെ കഷ്ടപ്പാട് അത് മാനിക്കേണ്ടത് തന്നെയാണ്. 350-400 രൂപ കൂടുതലാണെന്ന് തോന്നിയാലും ഇവർ ഫുൾ ടൈം വെള്ളത്തിൽ നിന്നിങ്ങനെ ക്ലീനാക്കി തരുന്നതും ലൈവായിട്ടുള്ള സാധനം നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് അത് വർത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമ്മളിവിടെ തുരുത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും തലങ്ങും വിലങ്ങും ബോട്ടുകൾ വരുന്നത്, വിനോദസഞ്ചാരികളെ കൊണ്ട് ഇറക്കുന്നതും അതുപോലെ തന്നെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആയവരെ അവർ വിളിച്ച് തിരിച്ച് മറുകരയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. ഇങ്ങനെയുള്ള ബോട്ടുകളിൽ, അതായത് ഇതിപ്പോൾ അവിടെ നിന്ന് വിനോദസഞ്ചാരികളെ തുരുത്തിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇവർ തിരിച്ചു പോകുമ്പോൾ 2 മണിക്കൂർ സമയം ഏകദേശമായിട്ടുള്ളവരെ ഇവിടെ നിന്ന് തിരിച്ച് മറുകരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ നമ്മളും ഇവിടെ നിന്ന് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി ഇവിടുന്ന് നീങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ബോട്ട് വന്ന് ബോട്ടിൽ കയറി മറുകരയിലേക്കുള്ള യാത്രയാണ്. ഈ ബോട്ടിലൂടെയുള്ള യാത്ര ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. ആകപ്പാടെ വെയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തണുത്ത കാറ്റും ഈ ഓളവും ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ട്രൈ, അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തുരുത്തിപ്പോയിട്ട് തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു അന്തോണീസ്യന്മാരുടെ ഒരു കുഞ്ഞു ഒരു കുരിശുപള്ളി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വരുന്നവരും അല്ലാത്തവരും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും, പ്രാർത്ഥിച്ചിട്ട് ഓരോരുത്തരെ ഫോൺ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതും, അല്ലെ വന്ന് പ്രാർത്ഥിച്ചിട്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. Till next video. Bye bye.